ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ജൂലൈ മന്ത് നിങ്ങൾക്ക് എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നോക്കാനാണ്. നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ലവ് ലൈഫ്, നിങ്ങളുടെ മാരേജ് ലൈഫ്, നിങ്ങളുടെ ആ ഒരു കരിയർ എല്ലാം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാൻ. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ജൂലൈ മന്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ജൂലൈ മന്ത് എന്തോ വലിയ വിക്ടറി നിങ്ങൾക്ക് ജൂലൈ മന്ത് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ജൂലൈ മന്ത് നിങ്ങളുടെ എന്തോ കഠിനമായിട്ടുള്ള പ്രശ്നം അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് ഉറപ്പിച്ചോളൂ, നിങ്ങൾ എന്തോ ഒരു കഠിനമായ പ്രശ്നം ജൂലൈ മന്ത് അവസാനിക്കുക തന്നെ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ജൂലൈ മന്ത് നിങ്ങൾ എന്തോ വലിയ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനവും ലഭിക്കുന്നുണ്ടാവത്തില്ല. ആ ഒരു പ്രശ്നത്തിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താലും ഇല്ലെങ്കിലും ജൂലൈ മന്ത് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിൽ സമാധാനം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു മേജർ ചേഞ്ച് ഈ ഒരു ജൂലൈ മന്ത് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്പർ 7 എനർജി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഈവൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും സംഭവിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് തോന്നും, എൻ്റെ കൂടെ യൂണിവേഴ്സിൻ്റെ ശക്തിയുണ്ട്, യൂണിവേഴ്സ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് അങ്ങനൊരു ഫീല് നിങ്ങൾക്കുണ്ടാവും. ഇനി നിങ്ങൾക്ക് കുള്ളാട്ടും 369 377 ഈ ഒരു എനർജിക്കുള്ളായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എന്തോ വലിയൊരു ചേഞ്ച് ജൂലൈ മന്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എന്തോ വലിയ ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തോ വലിയൊരു സങ്കടം അതിൽ നിന്ന് നിങ്ങൾ മുക്തരാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ജൂലൈയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റ് ഇപ്പോഴേ നിങ്ങളുടെ വീട്ടിൽ കാണാൻ തുടങ്ങി എന്നാണ് കാണാൻ സാധിക്കുന്നത്. വീട്ടിലിപ്പോൾ പഴയതുപോലെ കലഹമോ ഭയങ്കരമായിട്ടുള്ള വിഷമമോ അങ്ങനെ ഒന്നുമില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് കരയാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. ഏത് സമയവും പ്രാർത്ഥിച്ച് കരച്ചിലായിരുന്നു നിങ്ങൾ. വീട്ടിലെ കലഹം, വീട്ടിലെ പ്രശ്നങ്ങൾ, വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ച്. പക്ഷേ ഇപ്പോൾ അതിലൊരു മാറ്റം ചെറിയ രീതിയിലായാലും വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ജൂലൈയിൽ നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നത് കൊണ്ട് ഇപ്പോഴേ അതിൻ്റെ മാറ്റം ദൈവം കാണിച്ചു തന്നിരിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങളിൽ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ടെൻഷനിൽ കൂടെയാണ് നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് കടന്നു പോയത്. ഇപ്പോൾ അതിലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. എന്തായാലും നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു മാറ്റം വന്നു തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രകാശം നിങ്ങളുടെ വീട്ടിൽ ഉള്ളതുപോലെ ഇരുട്ട് മാറി അങ്ങനെ. ഇവിടെ എന്ത് മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാലും ആദ്യം നിങ്ങൾക്ക് സൂചന നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് ലഭിക്കുന്നത്. വീട്ടിലൊരു പോസിറ്റിവിറ്റി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനൊരു സാന്ത്വനം നിങ്ങളുടെ വീട്ടിലായിരിക്കും കിട്ടുന്നത്. അത് നിങ്ങളുടെ വീട്ടിൻ്റെ ആ ഒരു സാഹചര്യം മാറുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു സാന്ത്വനവും സമാധാനം കിട്ടുന്നതാണ്. ഇവിടെ എവിടെയാണോ നിങ്ങളുടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് അത് നിങ്ങളുടെ വീട്ടിൽ നിന്നായിരുന്നു. അതായത് വീട്ടിൽ ഓരോ കാര്യങ്ങളും വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് വരികയാണെങ്കിൽ ഒരു ഭാരം, തലയ്ക്കൊരു ഭാരമുള്ളതുപോലെ നിങ്ങൾക്ക് തോന്നും. അതായത് വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വയ്യായിക, അസ്വസ്ഥത അതൊക്കെ ഉണ്ടാകും. ആവശ്യമുള്ള ദേഷ്യം, വഴക്ക് ഇതൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ വീട്ടിന് പുറത്ത് പോവുകയാണെങ്കിൽ നല്ല ഒരു മാറ്റം നിങ്ങളുടെ ആ ഒരു തലയിൽ നിങ്ങൾക്ക് ഫീലാകുന്നു. വീടിനകത്ത് വരുമ്പോഴാണ് പ്രശ്നം. ഇവിടെ ഇതിന് മുന്നേ നിങ്ങൾക്ക് വീട്ടിലിരിക്കാനേ താല്പര്യമില്ലാന്ന് എവിടെയെങ്കിലും പുറത്ത് പോവാം എന്നുള്ള രീതിയിൽ. കാരണം വീട്ടിൽ കയറി അപ്പോൾ എന്തെങ്കിലും രീതിയിൽ അസ്വസ്ഥത ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇരിക്കാൻ ഒരു സമാധാനം ഫീലാകുന്നുണ്ട്. മുന്നത്തെയും കാട്ടി ഒരു മാറ്റം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഉണ്ടായതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ജൂലൈ മന്ത് നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ എപ്പോഴും പ്രശ്നങ്ങളുടെ മേലായിരിക്കത്തില്ല, പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് മേലായിരിക്കും നിങ്ങൾക്കുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രോണിക് ഐറ്റംസ് ഭയങ്കരമായിട്ട് ചീത്തായി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ജൂലൈ മന്ത് അതെല്ലാം നേരെ ആവുന്നതായിട്ട്, അതായത് ഒന്നും ചീത്തയാവാതിരിക്കും. അതായത് മുന്നേ എപ്പോഴും TV ചീത്താവുക, റേഡിയോ ചീത്താവുക, മിക്സി ചീത്താവുക, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഒന്ന് ശരിയാകുമ്പോൾ അടുത്ത ചീത്താവും, ഫാന് ചീത്താവുക, അങ്ങനെയൊക്കെ ഓരോ ചെറിയ ചെറിയ പ്രോബ്ലംസ് നിങ്ങൾ അനുഭവിച്ചിരുന്നു. ഈ ജൂലൈ മന്ത് അങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരത്തില്ല.
ഇനി ആഹാരം ആവശ്യമില്ലാതെ വേസ്റ്റായി പോകുന്നു. നിങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരം അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല, അവർ പറയുന്നു കൊള്ളത്തില്ല എന്ന്. ഉണ്ടാക്കുന്ന ആഹാരം അത് കാരണം ആഹാരം വേസ്റ്റായി പോകുന്നു. അങ്ങനെ ആവശ്യമില്ലാതെ ആഹാരം വേസ്റ്റായി പോകുന്നുണ്ടെങ്കിൽ അതിനി മാറുന്നതായിട്ട് കാണാൻ സാധിക്കും ജൂലൈ മന്ത്. ആവശ്യമില്ലാതെ നിങ്ങളുടെ പൈസ ചിലവായി പോകുന്നുണ്ടെങ്കിൽ അതിനി നിങ്ങളുടെ കയ്യിൽ പൈസ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ജൂലൈ മന്ത്. അതായത് ഹെൽത്ത് ഇഷ്യൂ കാരണം ഹോസ്പിറ്റലിൽ ഭയങ്കരമായിട്ട് പൈസ ചിലവായി പോകുന്നെങ്കിൽ ഹെൽത്ത് നല്ലതായിട്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും ജൂലൈ മന്ത്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഒരു പോസിറ്റിവിറ്റിയാണ് ജൂലൈ മന്ത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രകാശം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇരുട്ട് മാറി ഇവിടെ ഇതുവരെയും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഫീൽ ആയിട്ടില്ല ഒരു പോസിറ്റിവിറ്റി. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ വീട്ടിൽ ഫീൽ ആകുന്നതാണ്. ഇവിടെ എന്ത് പ്രശ്നം ആലോചിച്ചാണോ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന ആ ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് വിക്ടറി ലഭിക്കുമെന്നാണ് ഈശ്വരൻ പറയുന്നത്. ഇവിടെ ആർക്കേഞ്ചൽ ഗബ്രിയലിൻ്റെ കാർഡുകൾ പറയുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആർക്കേഞ്ചൽ ഗബ്രിയലിനെ വിശ്വസിക്കുക. കാരണം ആർക്കേഞ്ചൽ ഗബ്രിയൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാ നെഗറ്റിവിറ്റിയും ഇല്ലാതാക്കുന്ന ആളാണ്. ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ അവസാനിക്കത്തില്ല എന്ന് ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രശ്നം ജൂലൈ മന്ത് അവസാനിക്കുക തന്നെ ചെയ്യും എന്ന് നിശ്ചയിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇവിടെ ഈശ്വരനിൽ യൂണിവേഴ്സൽ ട്രസ്റ്റ് വയ്ക്കുക. നിങ്ങൾ ഇത്രത്തോളം നെഗറ്റീവ് ആവേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങളുടെ ഉള്ളിൽ ആ നെഗറ്റിവിറ്റിയെ ആദ്യം എടുത്ത് കളയാനാണ് ഈശ്വരൻ പറയുന്നത്. ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിൾ ഒരു സഹായിയെ പോലെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. പിന്നെ എന്തിന് നിങ്ങൾ പേടിക്കണം? ഇവിടെ ഒരു വ്യക്തി വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നേരെ നെഗറ്റിവിറ്റി സെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരേ ബിഹേവിയറിനെ അവർ വീണ്ടും വീണ്ടും നിങ്ങളോട് കാണിക്കുന്നു. അങ്ങനൊരു പ്രശ്നത്തിലൊരു മോചനം നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ മന്ത് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു നെഗറ്റിവിറ്റി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. ഭയങ്കരമായിട്ട് ടെൻഷൻ നിങ്ങൾക്കുണ്ടാവുന്നു. ഇവിടെ ഒരു വ്യക്തി നിങ്ങൾക്ക് നേരെ ബ്ലാക്ക് മാജിക് മോശം ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു മോചനം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ജൂലൈ മന്ത്. കാരണം അവർ വീണ്ടും വീണ്ടും നിങ്ങളെ നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾ എങ്ങനെയെങ്കിലും പോസിറ്റിവിറ്റിയിലേക്ക് ഓരോ ദിവസം പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാ രീതിയിലും ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ജൂലൈ മന്ത് ഉണ്ടാകും. ആരോഗ്യം റിലേറ്റഡ് ആയിട്ട്, സമ്പത്ത് റിലേറ്റഡ് ആയിട്ട്, ആൾക്കാരോട് പഴയതുപോലെ പെരുമാറാൻ സാധിക്കുന്നില്ല, ആൾക്കാർ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നു, എന്തായിക്കൊള്ളട്ടെ അതിലെല്ലാം ഒരു സപ്പോർട്ട് ദൈവത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ജൂലൈ മന്ത് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നമ്പർ 9 കാണുന്നത് നിങ്ങളുടെ ലൈഫിലെ നെഗറ്റിവിറ്റി അവസാനിക്കാൻ പോവുകയാണ് എന്നാണ്. 3 കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കാൻ പോവുകയാണ് എന്നാണ്. നിങ്ങൾ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ജൂലൈ മന്ത് ഉറപ്പായിട്ടും ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആർക്കേഞ്ചൽ റാഫേലും വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആർക്കേഞ്ചൽ മൈക്കിൾ, ആർക്കേഞ്ചൽ റാഫേലും ഇതെല്ലാം നിങ്ങളെ സപ്പോർട്ടിന് വേണ്ടി ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ പൂർണ്ണ ബ്രഹ്മാണ്ടം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾക്ക് പവിത്രത കൊണ്ടുവരാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ മനസ്സുകൊണ്ടോ ഹൃദയം കൊണ്ടോ നിങ്ങൾ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളിൽ ദൈവം പ്രസന്നരായിരിക്കുന്നത്. പക്ഷേ ചില സമയം നിങ്ങൾക്ക് വേണ്ടി വളരെ മോശമായിട്ട് വാക്കുകൾ പറയുന്നത്, ദേഷ്യം വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വളരെ മോശം രീതിയിൽ പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. അതും കൂടെ നിങ്ങൾ മാറ്റണം നിങ്ങളുടെ സ്വഭാവത്തിൽ. ഇവിടെ ചില ആൾക്കാർ ചെയ്യുന്നില്ല, പക്ഷെ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ദേഷ്യം വരുമ്പോൾ അവർക്ക് വേണ്ടി അവർ വളരെ മോശം രീതിയിൽ ചിന്തിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി തെറ്റായ കർമ്മം ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചില സമയം തെറ്റായ കർമ്മം ചെയ്യുന്നു. അത് നിങ്ങൾ മാറ്റുക. നിങ്ങൾ പല സിറ്റുവേഷനിലും കോംപ്രമൈസ് ചെയ്യുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ കോംപ്രമൈസ് ചെയ്ത് ഒരു ആക്ഷൻ വേണ്ടത്, പക്ഷേ നിങ്ങൾ അവിടെ കോംപ്രമൈസ് ചെയ്യുന്നു. അത് ഒരു തെറ്റായ കർമ്മം നിങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ മനസ്സുകൊണ്ടോ ഹൃദയം കൊണ്ടോ മോശം വാക്ക് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്നു. പിന്നെ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം തെറ്റായ കർമ്മമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മോശകർമ്മം ചെയ്യുന്നത് ഈ രീതിയിലാണ്. പല സ്ഥലത്തും കോംപ്രമൈസ് ചെയ്യേണ്ടെന്ന് ഉള്ളിടത്ത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റായ കർമ്മം ഇതൊക്കെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. എങ്ങനെ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്യാം അങ്ങനത്തെ ഒന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല.
അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശരിയാക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കർമ്മം വളരെ പവിത്രമാണ്. പക്ഷേ ഈ രീതിയിലുള്ള കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ സമൂഹത്തിൽ ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുഴപ്പം ഉണ്ടാകും. അപ്പോൾ അത് മനസ്സിലാക്കി അത് തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നല്ല ഒരു ജീവിതം നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു തെറ്റ് എന്താണോ അത് തിരുത്തുക. എന്നെയും കൂടെ ചേർത്താണ് ഈ റീഡിങ്ങിൽ ഞാൻ പറയുന്നത്. ഞാനും പെർഫെക്റ്റ് അല്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ട്. അപ്പോൾ അതും ഞാനും തിരുത്തി മുന്നോട്ട് പോകും. ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഗൈഡൻസ് എന്താണോ നിങ്ങൾക്കിപ്പോൾ കിട്ടിയത് അത് മനസ്സിലാക്കി അതിലൊരു മാറ്റം നിങ്ങൾ കൊണ്ടുവരിക. ഇവിടെ നിങ്ങളിപ്പോൾ എന്ത് കർമ്മമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ദൈവം കാണുന്നുണ്ട്. അപ്പോൾ ദൈവം അതിനനുസരിച്ചുള്ള ബലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരിക തന്നെ ചെയ്യും. ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിൾ ഇതും നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വർക്കിൽ ഒരു ഗതി ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇപ്പോൾ വളരെ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ സഡൻ ആയിട്ടൊരു ഉയർച്ച നിങ്ങളുടെ വർക്കിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ഗ്രാഫ് താഴോട്ടാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ജൂലൈ ആകുമ്പോൾ നിങ്ങളുടെ ഗ്രാഫ് മുകളിലോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളോട് ആൾക്കാർ വളരെ വൈരാഗ്യത്തോടെയാണ് പെരുമാറുന്നതെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മാറ്റം അവരുടെ സ്വഭാവത്തിൽ ജൂലൈ മന്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവരുടെ ബിഹേവ് നിങ്ങൾക്ക് നേരെ ചേഞ്ച് ആവുന്നതാണ്. പോസിറ്റീവായിട്ടുള്ള ബിഹേവ് അവർ നിങ്ങൾക്ക് നേരെ ചെയ്യുന്നതാണ്. അതായത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ടെൻഷൻ ഇനി നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല ജൂലൈ മന്ത്. അത് ഇല്ലെങ്കിൽ എപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നു ജൂൺ മന്ത്. ഇവിടെ ഇനി നിങ്ങൾ ജൂലൈ മന്ത് ഒരുമിച്ച് 2-3 കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ടെൻഷൻ ഇല്ലാതെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ജൂലൈ മന്ത് വർക്ക് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ജൂലൈ മന്ത് ഒരു മേജർ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വിക്ടറി നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഗോ ഹെഡ് എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. ചെയ്യുക, അതിൽ വിക്ടറി നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും. അതായത് ഇവിടെ മേജർ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ ഒരു തടസ്സം നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ബിഹേവിയർ വളരെ ബാലൻസിൽ വയ്ക്കുക. ദേഷ്യം ഉള്ള സ്വഭാവം കൊണ്ടുവരരുത് ജൂലൈ മന്ത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കൂടുതലായിട്ട് ദേഷ്യം വരികയാണ് നിങ്ങൾക്ക് എങ്കിൽ കൂടുതലായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക നിങ്ങൾ. അതായത് നമുക്ക് ദേഷ്യം ഉണ്ടാവുന്നത് നമ്മൾ വെള്ളം കുറച്ച് കുടിക്കുമ്പോഴാണ്. അപ്പോൾ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. ഇവിടെ എപ്പോഴൊക്കെ നിങ്ങളുടെ ലൈഫിൽ ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും നല്ലത് സംഭവിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും യൂണിവേഴ്സിന് നന്ദി പറയേണ്ടതാണ്. കാരണം അദ്ദേഹം ഇല്ല എങ്കിൽ നമുക്കത് നടക്കത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി ഉറപ്പായിട്ടും പറയുക. ഇവിടെ നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യുന്നത് അത് ആൾക്കാർ നോട്ടീസ് ചെയ്യും, ആൾക്കാർക്ക് നിങ്ങളിൽ പ്രഭാവം തോന്നുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ജൂലൈ മന്ത്. അപ്പോൾ അവർക്ക് തോന്നും ഈ ആൾ എങ്ങനെ ഈ ജോലി ചെയ്തു, ഇതെങ്ങനെ ഇത്ര സക്സസ്സിൽ ഇവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ള തോന്നൽ ഇവർക്കുണ്ടാകും. അത് നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി എന്താണോ ഒരു ഐഡിയ കൊടുക്കുന്നത് ആ ഒരു ഐഡിയ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് നല്ല രീതിയിൽ ഫലിക്കുകയും അവർക്ക് ഭയങ്കരമായിട്ടൊരു പ്രഭാവം നിങ്ങളോട് തോന്നുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ജൂലൈ മന്ത്. അതായത് നിങ്ങൾ ധനുഷിൽ അമ്പ് വച്ച് എവിടെയാണോ എയ്യുന്നത് ആ ഒരു അമ്പ് ശരിയായ സ്ഥലത്ത് വീഴുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് അങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് ജൂലൈ മന്ത് ഉണ്ടാകും. അതായത് ഒരു വ്യക്തിയുടെ പ്രശ്നം എന്താണോ അതിനുള്ള പരിഹാരം നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ അവർ ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്ന് മാറ്റമുണ്ടാകുകയും അവർക്ക് ഭയങ്കരമായിട്ടൊരു റെസ്പെക്റ്റും എല്ലാം നിങ്ങളോട് തോന്നുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ജൂലൈ മന്ത്. ചില സമയം നമ്മൾ വലിയ ഒരു കഠിനാധ്വാനമൊന്നും ചെയ്യുന്നില്ലായിരിക്കും. പക്ഷേ പെട്ടെന്ന് നമ്മൾ മുന്നേ ചെയ്ത ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലവും എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് നമുക്ക് ലഭിക്കുന്ന അവസ്ഥ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ജൂലൈ മന്ത് ഉണ്ടാകും. ഇവിടെ ഇങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടുണ്ടാവത്തില്ല നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ ഇനി ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതായത് എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ നിങ്ങൾ നേരിടുന്ന റിലേഷൻഷിപ്പിൽ അതിലൊരു മാറ്റം ഈ ഒരു ജൂലൈ മന്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കും. ചില റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം ഓപ്പോസിറ്റുള്ള വ്യക്തി നല്ല രീതിയിൽ മനസ്സിലാക്കാത്തത് കാരണം ആണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ ഇനി ജൂലൈ മന്ത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതിലൂടെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പകുതിയും മാറുന്നതായിട്ട് കാണാൻ സാധിക്കും ജൂലൈ മന്ത്.
ഇവിടെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ചെറിയ രീതിയിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ നിങ്ങൾക്ക്? ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഒരു ഡിസ്റ്റൻസ് ദൈവം ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ക്രിയേറ്റ് ആയിരിക്കുമ്പോൾ ഒരാൾ മറ്റൊരാളെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. ഇവിടെ നിങ്ങളുടെ മാരീഡ് ലൈഫിലായാലും നിങ്ങളുടെ ലവ് ലൈഫിലായാലും ഒരാൾ മറ്റൊരാളെ നല്ല രീതിയിൽ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ മക്കൾ ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ്, അവരുടെ പഠിത്തം റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷനാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ, അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സംസാരിക്കുന്നില്ല, എന്തോ സംസാരിക്കാൻ അവർക്കുള്ളൊരു ബുദ്ധിമുട്ട് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആവശ്യമില്ല ടെൻഷൻ അടിക്കേണ്ട. ആ ഒരു ബുദ്ധിമുട്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതായാലും പഠിത്തം റിലേറ്റഡ് ആയിട്ടുള്ളതായാലും അത് ജൂലൈ മന്തിൽ അതൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപായം ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആ ഒരു കുടുംബ സാഹചര്യം നല്ലതാക്കുക. കുട്ടികളുടെ ആ ഒരു പഠിത്തത്തിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ, അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു എഫേർട്സ് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപായം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുക. അതിൻ്റെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് സംസാരിക്കാൻ ബുദ്ധിമുട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ആ കുട്ടിയുടെ ആ ഒരു വയസ്സെത്തി സംസാരിക്കാനുള്ള, പക്ഷേ എന്നിട്ടും ആ കുട്ടി നല്ല വൃത്തി സംസാരിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള ഉപായങ്ങൾ നിങ്ങൾ ചെയ്യുക. ഗണേശ ഭഗവാന് ഒരു ഏലക്ക വച്ചിട്ട് ആ ഒരു ഏലക്ക എങ്ങനെയെങ്കിലും കുട്ടിക്ക് പൊടിച്ച് പാലിൻ്റെ കൂടെയോ എങ്ങാനും കൊടുക്കുക, അത് നല്ലതാണ്. ഇനി കുട്ടിക്ക് ഏലക്ക കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കഴിക്കുക ആ ഒരു ഏലക്ക. കുഞ്ഞല്ലേ അത്, അതിൻ്റെ സംസാരിക്കാനുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത് കാണുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു സേവനം നിങ്ങൾ ചെയ്യുക. ഭഗവാനോട് പ്രാർത്ഥിക്കുക, എൻ്റെ കുഞ്ഞിന് സംസാരശേഷി പൂർണ്ണമായിട്ട് ലഭിക്കണം, എൻ്റെ കുട്ടി നല്ല രീതിയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഒരു ഏലക്ക സേവിക്കുക. ഇതല്ല എങ്കിൽ പശുവിന് പുല്ല് കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് പശുക്കളുണ്ടെങ്കിൽ അതിന് പുല്ല് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സാധനം, പഴമോ എന്തെങ്കിലും അതിന് കൊടുക്കുക. ഇവിടെ ജൂലൈ മന്ത് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് ലഭിക്കും. അതായത് അത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് എന്താ പറയുക ഉലയ്ക്കും. ആ രീതിയിലുള്ള മെസ്സേജായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ ദുഃഖമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു പരിവർത്തനം ജൂലൈ മന്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ജൂലൈ 12 തൊട്ട് ജൂലൈ 20-നുള്ളിലായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു പരിവർത്തനം സംഭവിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് മനസ്സൊന്ന് വിഷമിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജോലിയിൽ പോലും നിങ്ങൾക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കാൻ സാധിക്കാതെ നിങ്ങൾ വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മനസ്സ് എല്ലാ രീതിയിലും വിഷമിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ, അതായത് ഒരു പേടിയായിട്ടുള്ള ഒരു ഭയമായിട്ടുള്ള ആ ഒരിത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് ഒന്നും സംഭവിച്ചില്ല എന്നാലും അകാരണമായിട്ടുള്ള ഭയം, പേടി ഇതൊക്കെ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈശ്വരൻ പറയുന്നത് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും സംഭവിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലംസ് ഒന്നും ക്രിയേറ്റ് ആവത്തില്ല. അതായത് ഈ ഒരു ടൈമെന്ന് പറയുന്നത് 12 തൊട്ട് 20 വരെയുള്ള ടൈമെന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു മുള്ള് ദൈവം എടുത്ത് കളയുന്നത് പോലെ അങ്ങനെ ഒരു വേദന നിങ്ങൾക്ക് ഉണ്ടാകും. മുള്ള് എടുക്കുമ്പോൾ ഉള്ള വേദനയില്ല, അതേപോലെ ഒരു ഇതായിരിക്കും ആ ഒരു ദിവസം എന്ന് പറയുന്നത് 8 ദിവസം. ഇവിടെ എന്തായാലും നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം ജൂലൈ മന്ത് ഉണ്ടാവുന്നതാണ്. എന്തായാലും കുറച്ചൊരു വേദന നമുക്ക് എന്തായാലും ഉണ്ടാവും ജൂലൈ മന്ത്. പക്ഷേ ഒരു നിമിഷം ആ വേദന എടുത്ത് കളയുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എന്ത് വേദനയായാലും അത് സഹിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ജൂലൈ മന്ത്. കാരണം ഇവിടെ അത് എടുത്ത് കളയുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ പകുതി ഭാരം കുറഞ്ഞതുപോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇവിടെ ആരുടെയെങ്കിലും കൂടെ വിവാദമായിട്ടുള്ള സംസാരം, വഴക്ക് ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗം നിങ്ങൾ ശാന്തമായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനൊരു സ്വഭാവം നിങ്ങൾ കൊണ്ടുവരാൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഗൈഡൻസ് ആയിട്ട് ഇതാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ദേഷ്യം നിങ്ങൾ കുറയ്ക്കുക. നിങ്ങളുടെ ആ ഒരു ഫോക്കസ് കൂടുതലും നിങ്ങളുടെ വർക്കിൽ കൊണ്ടുവരിക, നിങ്ങളുടെ സന്തോഷത്തിൽ കൊണ്ടുവരിക, അല്ലാതെ ഇങ്ങനെയുള്ള ദേഷ്യമായിട്ടുള്ള കാര്യങ്ങളിൽ കൊണ്ടുവരരുത്.
ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെയുണ്ട്. അതായത് മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ദുഃഖം തോന്നും. ഇല്ല, ഇവരുടെ സന്തോഷം ദുഃഖത്തിലാക്കണം. അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ആ ഒരു സന്തോഷം കെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ ആഗ്രഹിക്കും പോലെ നിങ്ങളുടെ ആ ഒരു സന്തോഷം അവരുടെ മുമ്പിൽ കെടുത്തരുത്. നിങ്ങൾ മറിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അവർ വിചാരിക്കും പോലെ നിങ്ങൾ വിഷമിച്ചിരിക്കരുത് ഒരിക്കലും. ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ട് എങ്കിൽ അവരുടെ ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, ഇഗ്നോർ ചെയ്യുക അവരെ. കാരണം അവർ നമ്മളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരല്ല എന്ന് നമുക്ക് മനസ്സിലായല്ലോ. പിന്നെ അവരെ ഇഗ്നോർ ചെയ്യുക. ഇവിടെ ജൂലൈ മന്ത് ആരെങ്കിലും നിങ്ങളെ ഇറിറ്റേറ്റ് ആക്കാൻ ശ്രമിക്കും. മോശം രീതിയിൽ സംസാരം നിങ്ങളോട് കാണിക്കും. അപ്പോൾ നിങ്ങൾ അവരോട് പ്രതികരിക്കരുത്. അതായത് അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ല, ഞാനും അവരെ തിരിച്ച് അങ്ങനെ പറയാം. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ഈശ്വരൻ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ആ ഒരു മനസ്സുകൊണ്ടോ ഹൃദയം കൊണ്ടോ നിങ്ങൾ മോശം കർമ്മം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ജൂലൈ മന്ത് എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതല്ല എങ്കിൽ ഒരു വ്യക്തിയെ നിങ്ങളുടെ മെസ്സേജ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന് കാണും. ആ വ്യക്തിയുടെ മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം ജൂലൈ മന്ത്. എന്തോ ഒരു ഇത് നിങ്ങൾ ആകർഷിച്ചു, അതനുസരിച്ച് അവരുടെ ഭാഗത്തുനിന്ന് മെസ്സേജോ ഇൻവിറ്റേഷനോ നിങ്ങൾക്ക് ലഭിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ജൂലൈ മന്ത്. അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു ആ വ്യക്തിയോട് സംസാരിക്കണമെന്ന്. ഇവിടെ 1 തൊട്ട് 10 ദിവസത്തിനുള്ളിൽ, അതായത് ജൂലൈ 1 തൊട്ട് 10 ദിവസത്തിനുള്ളിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ 1-ാം തീയതി, 10-ാം തീയതി, 19-ാം തീയതി, 18-ാം തീയതി ഈ 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ 4 ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ദിവസം നിങ്ങളുടെ മനസ്സ് വളരെ സന്തോഷമായിട്ടിരിക്കുന്നതായിട്ട്, നിങ്ങളുടെ ലൈഫിൽ വിശേഷമായിട്ട് എന്തെങ്കിലും കാര്യം നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ആ ഒരു ജേണി ട്രാക്കിൽ വന്നു, ജീവിതം ട്രാക്കിൽ വന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇനി എനിക്ക് പ്രശ്നങ്ങൾ എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യും, എൻ്റെ ജീവിതം ട്രാക്കിൽ വന്നല്ലോ, അങ്ങനെ നിങ്ങൾക്ക് തോന്നും. അതായത് ടവർ മൊമെൻ്റ് എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് നിങ്ങളുടെ ജീവിതം ജീവിക്കുന്നതായിട്ടുള്ള തോന്നലുണ്ടാകും. ഇവിടെ ജൂലൈ മന്ത് ചെറിയതാണെങ്കിലും ഒരു ട്രാവൽ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ പെട്ടെന്നായിരിക്കും ഈ ഒരു ട്രാവൽ സംഭവിക്കുന്നത്. 2-4 ദിവസത്തിലേക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എന്തോ ഒരു പദ്ധതി അത് വിജയിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ 3 പ്രാവശ്യം 111ൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പ്ലാനിങ് വിജയിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ജൂലൈ മന്ത് ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ഉണ്ടാകും. എന്തോ ഒരു കാര്യം നിങ്ങൾ വിചാരിച്ച് വച്ചിട്ടുണ്ട്, അത് ജൂലൈ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനൊരു ഉത്സാഹം ഉണ്ടാകും. ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെ ഇരിക്കും, എനിക്കിതിൽ സക്സസ് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചിന്തിക്കും നിങ്ങൾ. ഇവിടെ എനിക്ക് എന്തെങ്കിലും രീതിയിലുള്ള കഴിവുണ്ടെങ്കിൽ ഞാൻ എന്തിന് വെറുതെ ആ സമയം ദുരുപയോഗം ചെയ്യണം, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ജൂലൈ മന്ത്. അതിലൊരു സക്സസ് നിങ്ങൾക്ക് ജൂലൈ മന്ത് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒന്നും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ലൈഫിൽ നല്ലത് മാത്രമാണ് ജൂലൈ മന്ത് നടക്കാൻ പോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇടയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.